അങ്ങനെ ഇതാ കോഴിക്കോട് ലുലു മാളൊക്കെ കറങ്ങിയതിന് ശേഷം നേരെ റഹ്മത്ത് ഹോട്ടലിലേക്ക് ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് വന്നാൽ റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി കഴിക്കാണ്ട് പോയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ആയില്ല, ഒരു ഇൻകംപ്ലീറ്റ് ഡേ ആയിരിക്കും. അപ്പോൾ ഓണം വെക്കേഷനും തീരെ കോഴിക്കോടേക്ക് ഒന്നും മടക്കാൻ പറ്റാത്തതുകൊണ്ട് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ലാസ്റ്റ് ഒരു കോഫിയും അതുപോലെ തന്നെ മിൻറ്റ് ലൈമൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ബേപ്പൂരേക്ക് പോവാണ് കേട്ടോ. എപ്പോഴും കോഴിക്കോടും കാപ്പാടും അങ്ങനെ മലപ്പുറം അങ്ങാ ഭാഗത്തേക്കൊക്കെയാണ് കേട്ടോ അധികം ബീച്ചിലേക്ക് പോകും. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ബേപ്പൂരേക്ക് വണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു കൊലയും കൊണ്ടൊക്കെ പോകുന്നത് അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അങ്ങനെ മാനാഞ്ചിറ വഴി കൂടെ പോകുന്നത് ആ സ്കൂളും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടോ. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ. 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബേപ്പൂരേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ പല കാഴ്ചകളും ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും